വി.എസ്. അച്യുതാനന്ദൻ അടിമുടി പോരാളിയായ മനുഷ്യൻ. മലയാളി മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതനാക്കുകയും ചെയ്ത സമരനായകൻ. ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു എന്നും വി.എസ്. എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വി.എസ്. ഒരു പേരല്ല, ആശയമാണ്. അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം. നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം. ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. വി.എസ്. പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനിയും കാലങ്ങളോളം പ്രകാശം പരത്തും. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ചരിത്രം അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാവും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും വി.എസ്. പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്ത് നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായി. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിൻ്റെ ആദ്യ പാഠമെന്ന് ഉറക്കെ ആവർത്തിച്ച് കലഹിച്ചു ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ്. പാഠം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തകയായാലും അധ്വാന വർഗ നിലപാട് കാലത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികതയെന്ന് തെളിയിച്ച വിപ്ലവകാരി. അടിയാളൻ്റെയും മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ. തോൽവികൾ തളർത്താത്ത പോരാളി. തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ്. എം.എൻ. വിജയൻ്റെ വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം. പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ. 17-ാം വയസ്സിൽ തുടങ്ങി 101-ാം വയസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിച്ച ഒരാൾക്ക് ഇതിലും വലിയൊരു വിശേഷണം ലഭിക്കാനില്ല. ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് വി.എസ്. എന്ന പോരാളി രൂപപ്പെട്ടത്. അടിമുടി പോരാളിയായ മനുഷ്യനാണ്. മലയാളിയെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതനാക്കുകയും ചെയ്ത സമര നായകനാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഹൃദയാഭിവാദനങ്ങൾ.